നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കപ്പ വെച്ചിട്ട് നമുക്കൊരു അവലേസ് പൊടി, ചീനി വെച്ചിട്ട് അവലേസ് പൊടി. അപ്പം നമ്മുടെ അവലേസ് പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ വെച്ചിട്ട് അവലേസ് പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ അവലേസ് പൊടി ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ നല്ല വറ്റൽ കപ്പ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഉണ്ട്. ഈ വറ്റൽ കപ്പ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ നല്ലോണക്കും കീറി ചീവി ഉണക്കിയെടുത്തതാണ്. നല്ലോണക്കും ഉണക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറ്റൽ കപ്പ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ലോണക്കം ഒന്ന് വറുത്തെടുക്കണം. എണ്ണയിൽ വറുത്ത് കോരിയിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലോണക്കം അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുറി തേങ്ങ ചിരുകി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. അതും ഇട്ട് കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഈ കപ്പയും തേങ്ങയും പഞ്ചസാരയും കൂടി അടിപൊളിയായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ കിടുക്കാച്ചി സാധനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കപ്പ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവറാണ്. നമുക്ക് ആ ഒറ്റ ട്രിപ്പിൽ ആ 250 ഗ്രാം കപ്പയും ഉണക്കക്കപ്പയും നമുക്ക് വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. നമുക്ക് ഇട്ട് കൊടുക്കുക. ഒറ്റ സെറ്റ് നമുക്കിനി വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് നല്ലോണം നമുക്ക് വറുത്ത് കോരി എടുക്കണം. ഇന്ന് മൂത്ത് വരട്ടെ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. കപ്പ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത്. ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കപ്പ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയെടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ കപ്പ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ നല്ലോണം നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിനകത്തോട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചിട്ടാൽ മതി. നമുക്ക് പകുതി പൊടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനാണ്. കുറേശ്ശെ പൊടിച്ചെടുത്താൽ മതി, അല്ലെ മിക്സി പനലായിപ്പോൾ. അപ്പോൾ നമുക്കിത് പാതി ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കപ്പ പാതി നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ തേങ്ങ തിരുകിയതാണ്. തേങ്ങ തിരുകിയത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2-3 ട്രിപ്പായിട്ട് വേണം ചെയ്തെടുക്കാനെ കൊണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ലാസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അരച്ചുകൊണ്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ കപ്പ അവലേസ് പൊടി അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്റ്റേജിലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയാണ്. നമ്മുടെ 4 മണി പലഹാരമായിട്ട് ഇത് അടിപൊളിയായിരിക്കും. നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കപ്പ അവലേസ് പൊടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ടേ ഉള്ളവർ ഇത് ധാരാളം ഉപയോഗിച്ചിരുന്നു. പണ്ട് എല്ലാ വീട്ടിലും ചീനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൃഷിയൊക്കെ. അപ്പം എന്നും വൈകിട്ട് മിക്കപ്പോഴും അവിടെ ഈ മഴയുള്ള സമയത്താണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ശർക്കര യൂസ് ചെയ്യാം. ഈ കപ്പയുടെ കൂടെ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തേയില വെള്ളം, കട്ടൻ ചായ അടിപൊളിയായിരിക്കും. അപ്പം കപ്പയും കട്ടനും അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.